അഡ്വാൻസ് എക്സൽ ഫംഗ്ഷൻ മലയാളം ട്യൂട്ടോറിയൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൽ ഫംഗ്ഷനാണ്. നമ്മൾ മുമ്പ് കവർ ചെയ്ത അഡ്രസ് ഫംഗ്ഷൻ്റെ സെയിം യൂട്ടിലിറ്റി നമുക്ക് ഈ സെൽ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കാണുന്ന ഇത്രയും ഏരിയ അഡ്രസ് ഫംഗ്ഷനിൽ നമ്മൾ ഇതിനെ കോളം, കളർ, കണ്ടൻറ്റ്, ഫയൽ നെയിം, ഫോർമാറ്റ്, പാരന്തസിസ്, പ്രിഫിക്സ്, പ്രൊട്ടക്റ്റ്, റോ, ടൈപ്പ്, വിഡ്ത്ത് തുടങ്ങിയ ഒരുപാട് ഫങ്ഷൻസ് നമുക്ക് സെൽ ഫങ്ഷൻസ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മൾ അഡ്രസ് ഫംഗ്ഷൻ ഉപയോഗിച്ചതുപോലെ നമുക്കതിൻ്റെ അഡ്രസ്സ് അതുപോലെ കണ്ടൻറ്റ് തുടങ്ങിയ ഒരുപാട് ഇത്രയും ഫോർമാറ്റ് തുടങ്ങിയ ഇത്രയും ക്രൈറ്റീരിയ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ നമുക്കിവിടെ ചെറിയൊരു എക്സാമ്പിൾ ടൈപ്പ് ചെയ്യാം. നമ്മളിപ്പോൾ എക്സൽ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഈക്വൽ ടു സെൽ എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്കിതാ ഇപ്പോൾ ഇവിടെ കാണുന്ന സെയിം വിൻഡോ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഒന്നാമത്തെ അഡ്രസ് എന്ന ഈ ക്രൈറ്റീരിയ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം ഒരു റെഫറൻസ് സെല്ലിൽ നമ്മൾ എക്സൽ എന്ന് ടൈപ്പ് ചെയ്ത ഇവിടെ ടെക്സ്റ്റിനെ നമ്മൾ എൻ്റർ ചെയ്താൽ നിങ്ങൾക്കിവിടെ ഈ സെല്ലിൻ്റെ സെൽ അഡ്രസ് നമുക്ക് ലഭിക്കും. അതായത് ഇപ്പോൾ ഇവിടെ B1-ലാണ്. നമ്മൾ മുമ്പ് അഡ്രസ് ഫംഗ്ഷൻ ഉപയോഗിച്ച അതേ ഫംഗ്ഷൻ തന്നെയാണ്. ഇനി അടുത്തത് നമുക്ക് സെൽ ഫങ്ഷൻസ് ഉപയോഗിച്ച് ഇവിടെ കോളം നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കോളം നമ്പർ ഇവിടെ അവൈലബിൾ ആണ്. കോളം നമ്പർ 2 ആണ്. ഇനി അടുത്തത് നമുക്ക് സെൽ ഫങ്ഷൻ ഉപയോഗിച്ച് നമുക്കിവിടെ കണ്ടൻറ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിൽ ഏത് വാല്യൂ ആണുള്ളത് ആ വാല്യൂ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇതുപോലെ നമ്മൾ റോ, ടൈപ്പ്, വിഡ്ത്ത് തുടങ്ങിയ ഒരുപാട് ഫങ്ഷൻസ് നമുക്കിതുപോലെ ഈ സെൽ ഫങ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ മുമ്പ് ഉപയോഗിച്ച അഡ്രസ് ഫങ്ഷൻ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് ഇതും ഉപയോഗിക്കുന്നത്. ഇനി ഇതിനോടുകൂടെ നമ്മൾ ഇത് മറ്റുള്ള ഫോർമുലയിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ നമുക്കിതിൻ്റെ പ്രോപ്പർ ഔട്ട്പുട്ട് ലഭിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ സെൽ ഫങ്ഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഫങ്ഷനുമായി വീണ്ടും കാണാം.